രാവിലെ 6:47. അലാറം അടിക്കാൻ ഇനിയും 13 മിനിറ്റ് ബാക്കിയുണ്ട്. പക്ഷേ കൃത്യമായി ആ സമയത്ത് നിങ്ങളുടെ കണ്ണ് തുറക്കും. കഴിഞ്ഞ 10-15 വർഷമായി ഒരേ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ശരീരം അത് ശീലിച്ചു കഴിഞ്ഞു. എനിക്കൊരു സെക്യൂർ ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ഇൻഷുറൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം പറഞ്ഞ് ആശ്വസിക്കും. പക്ഷേ രാവിലെ എഴുന്നേറ്റ് ആ ഫാനിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ മനസ്സിലൊരു വല്ലാത്ത ഭാരം തോന്നും. വലിയ തുക സമ്പാദിക്കുന്നുണ്ടെങ്കിലും മാസാവസാനം നമ്മൾ പഴയതിനേക്കാൾ വലിയ ദാരിദ്ര്യത്തിലാണ്. ഇതിനെയാണ് ദ സാലറി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അനിതയെ പരിചയപ്പെടാം. അനിതയ്ക്ക് 34 വയസ്സുണ്ട്. ഒരു പ്രമുഖ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്നു. മാസം 1.5 ലക്ഷം രൂപയാണ് അനിതയുടെ ശമ്പളം. അവളുടെ നാട്ടിൽ ഉയർന്ന ശമ്പളം കിട്ടുന്ന 10 പേരിൽ ഒരാളാണ് അനിത. അവൾക്കൊരു പണക്കാരത്തിയുടെ ഫീൽ ഉണ്ടാവേണ്ടതാണ്, പക്ഷേ സത്യമതല്ല. നമുക്ക് ആ കണക്കൊന്ന് നോക്കാം. ഓരോ മാസവും 1-ാം തീയതി ശമ്പളം അക്കൗണ്ടിൽ വരുന്നു. 1.5 ലക്ഷം രൂപ ശമ്പളം. ടാക്സും PF ഒക്കെ കഴിഞ്ഞ് കയ്യിൽ വരുന്നത് ഏകദേശം 1,15,000 രൂപ. ഇവിടെയാണ് ഈ ട്രാപ്പ് തുടങ്ങുന്നത്. ഈ പണം അനിതയുടെ കയ്യിൽ വരുമ്പോൾ അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സിസ്റ്റം അവൾക്ക് കൊടുക്കുന്നില്ല. പകരം അവൾ അറിയാതെ തന്നെ ആ പണം പല വഴികളിലൂടെ അപ്രത്യക്ഷമാകുന്നു. വീട്ടുവാടക അല്ലെങ്കിൽ ഹോം ലോൺ EMI 35,000 രൂപ. നഗരത്തിലെ ഒരു നല്ല ഫ്ളാറ്റ് അല്ലെങ്കിൽ നാട്ടിലെ ഒരു വലിയ വീട്. കാർ ലോൺ 15,000 രൂപ. സ്റ്റാറ്റസിന് അനുയോജ്യമായൊരു കാർ വേണ്ടേ? ഭക്ഷണം, ഗ്രോസറി, സ്വിഗ്ഗി, സൊമാറ്റോ 20,000 രൂപ. ജോലിത്തിരക്ക് കാരണം പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ല. കുട്ടികളുടെ സ്കൂൾ ഫീസ്, ട്യൂഷൻ 15,000 രൂപ. പിന്നെ യൂട്ടിലിറ്റീസ്, വൈദ്യുതി, വെള്ളം, വൈഫൈ, മൊബൈൽ 5,000 രൂപ. ഒക്കേഷണൽ ഷോപ്പിംഗും സിനിമയും 10,000 രൂപ. മാസാവസാനം അനിത തന്റെ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ ബാക്കിയുള്ളത് വെറും 15,000 രൂപയിൽ താഴെയാണ്. ബാക്കി ലക്ഷങ്ങൾ എവിടെ പോയിന്ന് അവൾക്ക് പോലും മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിലേറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? അനിതയ്ക്ക് താൻ ദരിദ്രയാണെന്ന് തോന്നില്ല. അവൾക്ക് കാറുണ്ട്, നല്ല വീടുണ്ട്, ബ്രാൻഡഡ് വസ്ത്രങ്ങളുണ്ട്. സമൂഹത്തിന്റെ കണ്ണിൽ അവൾ സക്സസ്ഫുള്ളാണ്. ഈ സിസ്റ്റം നിങ്ങൾക്കൊരു പരിധിവരെ കംഫർട്ട് നൽകും. എന്തിനാണെന്നറിയാമോ? എന്തിനാണ് ഞാൻ പണമുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കാതിരിക്കാൻ. ഇതാണ് ശമ്പളക്കെണിയുടെ ഒന്നാമത്തെ ആയുധം, ദി ഇല്യൂഷൻ ഓഫ് പ്രോസ്പെരിറ്റി ത്രൂ ഫ്രാഗ്മെന്റേഷൻ. പണം വലിയ തുകയായി അക്കൗണ്ടിൽ വരികയും ചെറിയ തുകകളായി പല വഴിക്ക് ഒഴുകുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന് അത് കൃത്യമായി പിടിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങളവിടെ വെറും ലൈഫ് സ്റ്റൈൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്, സമ്പത്തല്ല. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ഇരുണ്ട വശം നോക്കാം. ഈ സിസ്റ്റം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ ആ ശമ്പളത്തിന് അടിമയാക്കി നിർത്താനാണ്. കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്, നന്നായി പഠിക്കൂ, വലിയ ജോലി നേടൂ. അങ്ങനെ നമ്മൾ വലിയൊരു തുക ലോൺ എടുത്ത് പഠിക്കുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചുപിടിക്കാൻ നമ്മൾ ജോലിക്കായി നെട്ടോട്ടമോടുന്നു. അവസാനം 50,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി കിട്ടുന്നു. ആ നിമിഷം മുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ തുടങ്ങുകയാണ്. 50,000 രൂപ കിട്ടുമ്പോൾ നമ്മൾ ഒരു പുതിയ ഫോൺ എടുക്കുന്നു. 80,000 ആകുമ്പോൾ ഒരു കാർ എടുക്കുന്നു. 1 ലക്ഷം കടക്കുമ്പോൾ കുറച്ചുകൂടി വലിയ വീട്ടിലേക്ക് മാറുന്നു. ഓരോ പ്രൊമോഷൻ കിട്ടുമ്പോഴും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയല്ല ചെയ്യുന്നത്, പകരം നിങ്ങളുടെ കഴുത്തിലെ കുരുക്ക് മുറുകുകയാണ്. കാരണം ആ ജീവിതശൈലി നിലനിർത്താൻ നിങ്ങൾക്ക് ആ ശമ്പളം അത്യാവശ്യമായി മാറുന്നു. ഇതിനെയാണ് ഗോൾഡൻ ഹാൻഡ് കഫ്സ് എന്ന് വിളിക്കുന്നത്. സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്വയം ചെയ്യുന്നതാണ്. സിസ്റ്റം നമുക്ക് ഓപ്ഷനുകൾ നൽകുന്നു. നമ്മുടെ സൈക്കോളജി നമ്മെ ചതിക്കുന്നു. നമ്മൾ ധനികരാകുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സൊസൈറ്റിയിൽ ഉയർന്ന സ്റ്റാറ്റസ് കാണിക്കുന്നതിലാണ്. മാസം 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു സിഇഒയും 50,000 രൂപ വാങ്ങുന്ന ഒരു ക്ലർക്കും ഒരേപോലെ ട്രാപ്പിലാകാം. അവരുടെ ശമ്പളം എത്രയാണെന്നല്ല പ്രശ്നം, മറിച്ച് അവരുടെ ശമ്പളവും ചെലവും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണെന്നതാണ് പ്രധാനം. സിസ്റ്റം ആ ഗ്യാപ്പ് എപ്പോഴും കുറച്ചു നിർത്താൻ ശ്രമിക്കും. ഇനി എന്റെ സുഹൃത്തായ ഡേവിഡിനെക്കുറിച്ച് പറയാം. അവൻ IT മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ലക്ഷങ്ങളാണ് വരുമാനം. പക്ഷേ അവൻ സന്തോഷവാനായിരുന്നില്ല. ജോലി രാജിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അവന്റെ ഉള്ളിൽ ഭയം വരും. എന്തുകൊണ്ട്? കാരണം അവൻ ഓൾറെഡി 70 ലക്ഷത്തിന്റെ ഹോം ലോൺ എടുത്തു കഴിഞ്ഞു. 2 കാർ ലോണുണ്ട്. കുട്ടികൾ പഠിക്കുന്നത് വൻകിട ഇന്റർനാഷണൽ സ്കൂളിലാണ്. ഒരു ദിവസം അവന്റെ കമ്പനി അവന് 20,000 രൂപയുടെ ഇൻക്രിമെന്റ് നൽകി. അവൻ ഭയങ്കര സന്തോഷവാനായി. പക്ഷെ സംഭവിച്ചതെന്താണെന്നറിയാമോ? അതേ മാസം തന്നെ ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. രണ്ടാമത്തെ കുട്ടിക്ക് ട്യൂഷൻ തുടങ്ങേണ്ടി വന്നു. അങ്ങനെ ആ 20,000 രൂപയുടെ അധിക വരുമാനം എങ്ങോട്ടുമില്ലാതെ അലിഞ്ഞുപോയി. അവന്റെ ഫിനാൻഷ്യൽ സ്ട്രെസ് പഴയ പോലെ തന്നെ നിലനിന്നു. നിങ്ങൾ ശമ്പളം കൂടുന്നതിനനുസരിച്ച് സമ്പത്തല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് ബാധ്യതകളാണ്, അഥവാ ഓബ്ലിഗേഷൻസ്. അതുകൊണ്ടാണ് 30,000 രൂപ ശമ്പളമുള്ളവനും 3 ലക്ഷം രൂപ ശമ്പളമുള്ളവനും ഒരേ ഫിനാൻഷ്യൽ സ്ട്രെസ് അനുഭവിക്കുന്നത്. നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് ശമ്പളത്തിലേക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രെഡിക്റ്റബിളാണ്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ പണം മുഴുവൻ ലാൻഡ് ലോഡിനും ബാങ്കിനും ഇൻഷുറൻസ് കമ്പനിക്കുമുള്ളതാണ്. അവർക്ക് നിങ്ങളെ ഒരു സ്ഥിര വരുമാന മാർഗമായി വേണം. ഇന്നത്തെ രാത്രിയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് എത്ര മാസം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും? സത്യസന്ധമായി ചിന്തിക്കണം. ഉത്തരം 3 മാസത്തിൽ താഴെയാണെങ്കിൽ നിങ്ങളൊരു ട്രാപ്പിലാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകത്തിലെ 60% പ്രൊഫഷണലുകളും 1 മാസം ശമ്പളം മുടങ്ങിയാൽ തകർന്നു പോകുന്ന അവസ്ഥയിലാണ്. ഇതിനെയാണോ നമ്മൾ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്? അല്ല, ഇതൊരു കംഫർട്ട് പ്രിസണാണ്. ജോലി ചെയ്യുക, പണം നേടുക, അത് ചെലവാക്കുക. വീണ്ടും കഠിനമായി ജോലി ചെയ്യുക, കൂടുതൽ പണം നേടുക, അതിനേക്കാൾ കൂടുതൽ ചെലവാക്കുക. ഇതൊരു അവസാനമില്ലാത്ത ചക്രമാണ്. പക്ഷേ ഇത് മാറ്റാൻ പറ്റാത്തൊന്നല്ല.
നിങ്ങളുടെ ശമ്പളം നിങ്ങളെ ധനികനാക്കാനല്ല, മറിച്ച് നിങ്ങളെ ധനികനാക്കാൻ അനുവദിക്കാത്ത രീതിയിൽ തിരക്കുള്ളവരാക്കി വെക്കാനാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം എല്ലാം മാറാൻ തുടങ്ങും. നിങ്ങളെ നാളെ തന്നെ ജോലി രാജിവെക്കാൻ പ്രേരിപ്പിക്കുകയല്ല ഇതിന്റെ ലക്ഷ്യം. ഈ ട്രാപ്പിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകുക എന്നതാണ് പ്രധാനം. ഇൻകം വേഴ്സസ് വെൽത്ത്, വരുമാനവും സമ്പത്തും ഒന്നല്ല എന്ന് മനസ്സിലാക്കുക. മാസം കിട്ടുന്ന 2 ലക്ഷം രൂപ വരുമാനമാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള 20 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റാണ് സമ്പത്ത്. വരുമാനം താൽക്കാലികമാണ്, സമ്പത്ത് സ്ഥിരമാണ്. അറ്റാക്ക് ദ ഗ്യാപ്പ്. നിങ്ങളുടെ ചെലവുകൾ ഒരിക്കലും വരുമാനത്തിനൊപ്പം എത്താൻ അനുവദിക്കരുത്. ശമ്പളം കൂടുമ്പോൾ ലൈഫ് സ്റ്റൈൽ വർദ്ധിപ്പിക്കാതെ ആ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുക. ഇൻവെസ്റ്റ് ഇൻ ആസറ്റ്സ്. ഈ ഗ്യാപ്പിൽ നിന്ന് കിട്ടുന്ന പണം ആസറ്റുകളിലേക്ക് മാറ്റുക. മ്യൂച്വൽ ഫണ്ട്, ഇൻഡെക്സ് ഫണ്ട്, റിയൽ എസ്റ്റേറ്റ്. ഇത് നിങ്ങൾക്കായി പണമുണ്ടാക്കും. ഓപ്ഷനാലിറ്റി. കുറഞ്ഞത് 6 മാസത്തെ ചെലവിനുള്ള പണം ലിക്വിഡായി സൂക്ഷിക്കുക. ഇതിനെ എമർജൻസി ഫണ്ട് എന്ന് പറയും. ഈ പണം കയ്യിലുണ്ടാകുമ്പോൾ നിങ്ങളുടെ സൈക്കോളജി മാറും. നിങ്ങൾക്ക് പേടിയില്ലാതെ സംസാരിക്കാൻ, മികച്ച അവസരങ്ങൾക്കായി കാത്തിരിക്കാം. ശമ്പളക്കെണി സത്യമാണ്, അത് വളരെ സങ്കീർണമാണ്. പക്ഷേ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തവരല്ല നമ്മൾ. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവർ നിങ്ങളെക്കാൾ ഭാഗ്യമുള്ളവരോ ബുദ്ധിമുള്ളവരോ അല്ല. അവർ ബോധവാന്മാരാണ്. അവർ ഈ സിസ്റ്റത്തെ തിരിച്ചറിഞ്ഞു. നിങ്ങൾക്കും ആ ചോയ്സ് ഉണ്ട്. കംഫർട്ടാണോ അതോ ഫ്രീഡമാണോ നിങ്ങൾക്ക് വേണ്ടത്? സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പണത്തിന്റെ സൈക്കോളജിയെക്കുറിച്ചും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.